ഹലോ ഗൈസ്, ഇന്ന് ഞാൻ നിങ്ങളെ ഒരു 10-35 വർഷങ്ങൾക്ക് മുകളിൽ പഴക്കമുള്ള ഒരു തറവാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാണ് കേട്ടോ. ഇതെൻ്റെ ശ്രീകുണ്ട തറവാടാണ്. ഇവിടെ നല്ല അടിപൊളിയാണ് കേട്ടോ. കാരണം ഈ പരിസരത്തൊന്നും ഒരൊറ്റ വീടില്ല ഈ വീടല്ലാതെ. അതുകൊണ്ട് തന്നെ ഭയങ്കര കാം ആൻഡ് ക്വയറ്റാണ്. നമുക്ക് ഈ ടൗണിൽ നിന്നൊക്കെ ഭയങ്കരമായിട്ട് മാറിയിട്ടാണ് കേട്ടോ ഈ വീടുള്ളത്. ഇന്ന് ചുറ്റും പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഫുള്ളും കുരങ്ങന്മാരാ. കണ്ടില്ലേ, കുരങ്ങ് വിത്ത് ഫാമിലിയാണ് വന്നിട്ടുള്ളത് കേട്ടോ. കാരണം ഇവരുടെ ഫേവറേറ്റ് ഐറ്റം ഇവിടെ പഴുത്ത് കിടപ്പുണ്ട്. എന്താണെന്നറിയില്ലേ, നമ്മുടെ കാപ്പിക്കുരു ഇല്ലേ, അത് തന്നെ. കണ്ടില്ലേ, ഇതാണ് കോഫി ബീൻസ് കേട്ടോ. ഈ വീടിൻ്റെ ചുറ്റും കാപ്പിത്തോട്ടാണ്. അതുകൊണ്ട് തന്നെ നല്ല കാപ്പിയൊക്കെ ഇങ്ങനെ പഴുത്ത് കിടക്കുന്നതുകൊണ്ട് കുരങ്ങന്മാരൊക്കെ അത് പറിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വരുന്നത്. പണ്ട് ഈ മാനന്തവാടി ഭാഗത്തേക്കൊക്കെ പോകുമ്പോൾ ഈ കാപ്പിയുള്ള സ്ഥലമുണ്ട് കേട്ടോ. അവിടെ ഈ കാപ്പി പൂക്കുമ്പോൾ ഒരു പ്രത്യേകതരം മണമുണ്ട്. ചിലർക്കത് ഭയങ്കര ഇഷ്ടമാണ്, ചിലർക്ക് തീരെ ഇഷ്ടമല്ല. പക്ഷെ എനിക്ക് ആ മണം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നല്ല സ്മെല്ലാണ് എനിക്കിട്ടോ. കണ്ടോ, ഇതാണ് വീടിന് ചുറ്റുമുള്ള കാപ്പിത്തോട്ടമാണ് കേട്ടോ. അപ്പോൾ ഇത് പച്ച കാപ്പിക്കുരുവാണ്. ഇതിങ്ങനെ പഴുത്ത് നല്ല റെഡ് കളറിൽ, നല്ലൊരു മെറൂൺ കളറിലാവും കേട്ടോ. നന്നായിട്ട് പഴുത്തുണ്ടെങ്കിൽ ഇത് പഴുത്ത് കഴിയുമ്പോൾ പറിച്ചിട്ട് ഉണക്കുകയാണ് ചെയ്യുക. എന്നിട്ട് അത് പൊടിക്കും കേട്ടോ വീട്ടിൽ കൊണ്ടുപോയിട്ട്. ഇത് കണ്ടില്ലേ, വീട്ടിൽ നിറച്ചു ഇങ്ങനെ മുറ്റത്ത് ഇങ്ങനെ നിരത്തിയിട്ടിരിക്കുകയാണ് കേട്ടോ കാപ്പിക്കുരു. നല്ല രസമുണ്ട് കാണാൻ തന്നെ. ചാച്ചനുണ്ട്, അതിങ്ങനെ വെയിലത്ത് ഇങ്ങനെ കൂട്ടുകയാണ്. ചാച്ചൻ ഫുള്ളും ഇങ്ങനെ നോക്കിയിരിക്കണം. കാരണം എപ്പോഴും കുരങ്ങന്മാർ ഇങ്ങനെ വരുന്നതുകൊണ്ട് തന്നെ എപ്പോഴും ഇങ്ങനെ നമ്മൾ അലേർട്ടായിരിക്കണം, എപ്പോഴാണ് കുരങ്ങൻ വരുന്നതെന്നുള്ളത് കേട്ടോ. അപ്പോൾ ആ കാപ്പി ഇങ്ങനെ പൊടിച്ചിട്ട് നമ്മൾ നേരെ എന്ത് ചെയ്തു, ഫ്ലൈറ്റ് കയറി അങ്ങ് കടൽ കടന്ന് ഞങ്ങൾ നേരെ മസ്കറ്റിലെത്തി. വീട്ടിലുണ്ടായ കാപ്പിപ്പൊടിയും കൊണ്ടാട്ടോ നമ്മൾ ഈ കാപ്പി ഉണ്ടാക്കിയിരിക്കുന്നത്. എന്തായാലും അതൊക്കെ കുടിച്ചപ്പോൾ എനിക്ക് നാടും വീടൊക്കെ അങ്ങ് ഓർമ്മ വന്നു. സാധാരണ ഞാനൊരു കോഫി പേഴ്സൺ അല്ല, എന്നാലും ഞാൻ ഇന്നങ്ങ് കുടിച്ച് എനിക്കിഷ്ടപ്പെട്ടു. അപ്പോൾ ഇന്ന് അത്രയ്ക്കുള്ളൂ.